ഇടത് സർക്കാർ എന്നും കർഷകപക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും UDF സർക്കാരാണ് ജില്ലയിൽ കുടിയൊഴിപ്പിക്കലുകൾ നടത്തിയിട്ടുള്ളതെന്നും എം മണി MLA കുറ്റപ്പെടുത്തി. CPM കട്ടപ്പനയിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CHR കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നുവെന്നും ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതു തരത്തിലും പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPMന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ഭൂപ്രശ്നങ്ങളിൽ കോൺഗ്രസ് തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക, LDF സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പരിപാടി നടത്തിയത്. എം മണി MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ കുടിയൊഴിപ്പിക്കലുകളും കർഷകദ്രോഹ നിയമങ്ങളും ഉണ്ടായിട്ടുള്ളത് UDF സർക്കാരുകളുടെ കാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടത് സർക്കാരുകൾ എക്കാലവും കർഷകപക്ഷ നിലപാടുകളാണ് സ്വീകരിച്ച് തുടർന്ന് പോരുന്നത്. AKGയുടെ അമരാവതി സമരം ഉൾപ്പെടെ ഇതിന് ഉദാഹരണങ്ങളുണ്ട്. CHR കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നുവെന്നും ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതു തരത്തിലും പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മണ്ണിൽ നമ്മൾ ഉറച്ചു നിന്നാളുടെ സൗജന്യം കൊണ്ടല്ല എന്നും നമുക്ക് പാതയായിരുന്നു ഇല്ലേ? കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ എന്നും ബാധ. പട്ടത്താട് പിള്ളയുടെ ഗവൺമെന്റ് PT ചാക്കോ ഭരിച്ചിരുന്ന കാലം, R ശങ്കർ ഭരിച്ചപ്പോ എന്നും, പനപ്പള്ളി ഗോവിന്ദമേനോൻ ഭരിച്ചപ്പം, പ്രിയമുള്ളവരെ എന്നും അതെ. ഈ ശ്രമത്തെ ഞങ്ങൾ പരാജയപ്പെടുത്താൻ, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ, പൊരുതാൻ എല്ലാ മാർഗവും, നിയമപരവും നിയമപരമല്ലാത്ത മാർഗവും ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഞാൻ അസംഖ്യമായി പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ഏരിയ കമ്മിറ്റി അംഗം MC ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VR സജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ്, ടോമി ജോർജ്, KP സുമോദ്, KN ബിനു, പൊന്നമ്മ സുഗതൻ, SS പാൽരാജ്, VV ജോസ്, സുധർമ്മ മോഹനൻ, KN വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.